ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിൽ നമ്മളൊരു ട്രീ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ബിയറിൻ്റെ ബോട്ടിലാണ്. ഈ ഒരു ഷേപ്പിന് വരുന്ന ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ ഇതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കൊമ്പ് വരാനുള്ള 2-3 ഇതാണ് എടുത്തേക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുക്കുക. കുറച്ച് പത്രപ്പേപ്പറൊന്നുമല്ല, അല്ലാതെ കൊണ്ട് കുറച്ച് കട്ടിയുള്ള നമ്മുടെ ബുക്കിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ബോണ്ട് പേപ്പറോ ഒക്കെ ആയിട്ട് എടുത്ത് ഒരു 2-3 പേപ്പർ മണ്ടേ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിവശം ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുക. മണ്ടയിൽ നമ്മളൊരു റൗണ്ടിന് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എത്ര കൊമ്പ് വേണം, അത് എവിടെയൊക്കെ ഒട്ടിക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് കൊമ്പ് ഈ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബോട്ടിലിനെക്കാട്ടിലും കുറച്ച് പൊക്കത്തിൽ വരുന്നത് കണക്ക്. പിന്നെ അടുത്തത് ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിബോണ്ട് കൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിബോണ്ട് നമ്മൾ ഒട്ടിക്കേണ്ട സ്ഥലത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ അത് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം നമുക്ക് അതൊന്ന് ഒട്ടാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് വെച്ച് കൊടുത്താൽ ഉടനെ ഒട്ടത്തില്ല. നമ്മളൊന്ന് പിടിച്ച് കൊടുക്കുക, അതപ്പോൾ ഒട്ടിക്കോളും. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിനകത്ത് കുറച്ച് ഗം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ഗ്ലൂ ആണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഈ ഒരു തിക്കിൽ അതിനെ കലക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് ബോട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നൈഫ് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇതിനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഈ ഭിത്തിയിലൊക്കെ സിമെൻറ്റ് തേക്കുന്നത് പോലൊക്കെ നമ്മൾ തേച്ച് വയ്ക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ പൊങ്ങിയും താന്നും ഇരിക്കുന്നത് പോലൊക്കെയുള്ള രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇതാക്കിയെടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് നമ്മുടെ ആ ബോട്ടിൽ തെളിഞ്ഞ് കാണുന്നത് പോലൊക്കെ. പക്ഷേ അതപ്പം നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മളിത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എവിടെയാണോ ആ ഗ്ലാസ് തെളിഞ്ഞ് കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി.
കൊമ്പിൻ്റെ ഭാഗത്താണ് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ മുറിച്ചിങ്ങനെ മാറ്റത്തില്ലേ, ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് പോണക്കൊക്കെ നമ്മളൊന്നാക്കി കൊടുക്കണം. ഇവിടെ ആക്കുന്ന സമയത്ത് നമ്മൾ ആ ബോട്ടിലെടുത്ത് ആ തിക്കിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് എടുത്തേച്ചാൽ മതി. നമ്മുടെ പേപ്പറാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ബലം പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ഇങ്ങ് പറഞ്ഞു പോരും. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ആ പേസ്റ്റിനെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്. അവിടെ ഒന്ന് നമുക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോണക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്തായിട്ട് വേര് നിറത്തില്ലേ, ആ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അടിവശത്ത് കുറച്ചേറെ എടുത്ത് വെച്ച് ആ ഒരു ഷേപ്പിൽ വരഞ്ഞ് കൊടുത്തേച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്തത് നമ്മുടെ ഈ കൊമ്പിൻ്റെ ഒക്കെ അവിടെ ഇതാക്കി കൊടുക്കാനുള്ള ലൂസായിട്ടുള്ളൊരു പേസ്റ്റായിരുന്നു. പക്ഷേ അതങ്ങോട്ട് ഇങ്ങനെ മാറി മാറി പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്ക് വരുന്ന പേസ്റ്റ് എടുത്തേച്ചാൽ മതി, ഒത്തിരി ലൂസായി പോകരുത് അത് വയ്ക്കുന്നത്. അപ്പം ഈ ഒരു രീതിക്ക് നമ്മളിങ്ങനെ ഇതിനെ വെച്ച് കൊടുക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ ആ വേരിൻ്റെ ഒരു എഫക്റ്റ് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇതിനിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ മരത്തേലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണക്ക്, അങ്ങനെ നമുക്ക് കുറച്ചെടുത്തത് എവിടെയാണോ അങ്ങനെ വേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് അതിനെ കുറച്ചെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി. ആ ഒരു എഫക്റ്റ് വന്നത് നമ്മൾ എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ആകാൻ വേണ്ടി വയ്ക്കുക. നമ്മളിതൊക്കെ ഫ്രൈ ആയിട്ട് എടുത്തതാണ്. കുറച്ച് മണിക്കൂറുകൾ വയ്ക്കണം ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ അതിനെ വെച്ചിട്ട് എടുത്തതാണ്. ഇത് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കൊമ്പിൻ്റെയൊക്കെ ഭാഗം കണ്ടോ, ഒരു മുറിച്ചത് പോണക്കത്തെ ഇഫക്റ്റൊക്കെ ഈ ഒരു രീതിക്ക് വേണം ഇവിടെ നമ്മൾ ആ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി വേണ്ട നമ്മൾ ബേസായിട്ടൊരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറ് സ്പ്രേ പെയിൻ്റാണ് ഞാനിവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫുള്ളായി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബ്ലാക്ക് തന്നെ കൊടുത്തുവെച്ചാൽ മതിയായിരുന്നെന്ന്. കുറച്ചും കൂടി നമ്മുടെ മരത്തിൻ്റെ ആ ഒരു എഫക്റ്റ് തോന്നിക്കാൻ ബ്ലാക്ക് എടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അടുത്ത കളർ അതിൻ്റെ മുകളിൽ വരുമ്പോൾ നല്ലൊരു ഭംഗി തോന്നിക്കത്തുള്ളൂ. ഗ്രീൻ കളർ അടിച്ച് വെച്ചിട്ട് അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പം നമ്മളിവിടെ ഒരു ബ്രൗൺ കളറാണ് അടുത്ത് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബേസായിട്ട് ഗ്രീൻ അടിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ബ്രൗൺ കളർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടായിരുന്നു. കുറച്ചൊന്ന് അരിയിലും തൊട്ട് കുഴച്ചാൽ മതിയായിരുന്നു. ഇതിപ്പം ഞാൻ നല്ല രീതിക്കൊന്ന് ബ്രൗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കൊമ്പിൽ ആ മുറിച്ച ഭാഗത്തായിട്ട് നമ്മളൊരു യെല്ലോ ഷെയ്ഡ് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കുക. നമ്മളപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിയാണ് ആ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രീൻ കളറിൻ്റെ ഒരു കുഴപ്പമാണ് എനിക്കിപ്പോൾ മിസ്റ്റേക്കായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ബ്ലാക്ക് ആയിരുന്നു കുറച്ചും കൂടി നല്ലതാകുമെന്ന്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. നമുക്ക് കുപ്പിയും കുറച്ച് വേസ്റ്റ് പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.